നല്ല സംസ്കാരവും വൃത്തിയും വെടിപ്പുമുള്ള നക്ഷത്രങ്ങൾ. ഒരു മനുഷ്യാത്മാവിൻ്റെ ജനന മരണ ചക്രത്തിനുള്ളിൽ അയാളുടെ പുണ്യവും നന്മയും സംസ്കാരവും കൂടെ സഞ്ചരിക്കുന്നു. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളുടെ വീട്ടിലായാൽ പോലും അയാൾ വ്യത്യസ്തമായ രീതിയിലുള്ള സംസ്കാരവും പെരുമാറ്റവും ഒക്കെ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ അച്ഛനമ്മമാരെ പോലെ അല്ല. വ്യത്യസ്തമായ രീതിയിൽ ചില സംസ്കാരങ്ങളും ചിട്ടവട്ടങ്ങളും അവർ പിന്തുടരുന്നത് കാണാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഒരമ്മയുടെയും അച്ഛൻ്റെയും മറ്റുള്ള സന്താനങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയേ അല്ല അവർ. തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും അവരുടെ പെരുമാറ്റവും ശൈലിയും. മനുഷ്യൻ്റെ മുജ്ജന്മ വാസനകളാണ് അതിൻ്റെ പിന്നിൽ. അത് നല്ലതാവാം, മോശമാകാം. എങ്കിലും അത് ഈ ജന്മത്തിലും അതിൻ്റെ ചെറിയൊരംശം പിന്തുടർന്നു കൊണ്ടിരിക്കും. നമ്മളിവിടെ പറയാൻ പോകുന്നത് നല്ല സംസ്കാരത്തെക്കുറിച്ചാണ്, അങ്ങനെയുള്ളവരെ കുറിച്ചാണ്. അവർ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഓരോ പുരോഗതിയും നന്മകളും അവരുടെ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിലുള്ള വൃത്തിയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതികളും അത് ഉണ്ടാക്കുന്ന രീതികളിലൊക്കെ ആ ഒരു പ്രത്യേകതകൾ ഉണ്ടാകും. മലിനമായത് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ഓരോ ദൈനംദിന പെരുമാറ്റങ്ങളിലും സ്വഭാവ ചര്യകളിലും അവരുടെ ചിട്ടവട്ടങ്ങളിൽ പോലും ആ സംസ്കാരവും പ്രതിഫലിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, കുളിക്കുന്ന വെള്ളത്തിൽ, അതുപോലെ സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർ കംഫർട്ട് സോണിൽ നിന്ന് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യൂ. അതായത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ചേരുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളുമായി മാത്രമേ അവർ പൊരുത്തപ്പെടാറുള്ളൂ. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നോക്കാം. അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ചതയം, രേവതി എന്നിവരാണ് ആ നക്ഷത്രക്കാർ. ഇതൊരു പൊതുഫലമാണ് എന്നുവെച്ച് ജാതകത്തിലൊക്കെ ലഗ്നാധിപൻ ശുഭക്ഷേത്രമായിട്ടും ലഗ്നാധിപൻ ശുഭക്ഷേത്രത്തിൽ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേ സ്വഭാവ സവിശേഷതകളും സംസ്കാരവും അവർക്കുണ്ടാകും. അതായത് ശുഭഗ്രഹങ്ങളൊക്കെ ദേവതാമയമാണല്ലോ. അപ്പോൾ ഒരു ദേവതാ തുല്യമായിട്ടുള്ള ലഗ്നവും ഇതൊക്കെ ആ ഒരു സംസ്കാരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളിത് പൊതുവെ നക്ഷത്രപ്രകാരം പറയുന്നതാണ്. ജാതകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ആ ജാതകത്തിനനുസരിച്ചും ഇതേപോലുള്ള കൾച്ചറും സംസ്കാരങ്ങളൊക്കെ ആയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾക്ക് പറയുമ്പോൾ പൊതുവെ നക്ഷത്രപ്രകാരമല്ലേ പറയാൻ പറ്റൂ. ജ്യോതിശാസ്ത്രപരവും വിജ്ഞാനപരവുമായ ഒരുപാട് അറിവുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.